കഥയെ ആരംഭിക്കുന്നത് ടെഡ്ഡി മുറാട്ടോ എന്ന പേരുള്ള ഒരാളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ടെഡ്ഡി മുറാട്ടോ ഒരു തട്ടിപ്പ് വീരനാണ്. അന്ന് നെവാഡയിലെ തിരക്കേറിയ ഹൈവേയിലൂടെ ഒരു പോലീസുകാരൻ മോഷ്ടിച്ചെടുത്ത് അയാൾ വേഗത്തിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വല്ലാത്തൊരു ഭയം അയാളുടെ ഉള്ളിലുണ്ട് എന്ന് പ്രകടമായിരുന്നു. തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടോ, ആപത്ത് വരുന്നുണ്ടോ എന്നൊക്കെ അയാൾ ഭയന്ന് തിരിഞ്ഞു നോക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ഹൈവേയിലൂടെ കാറോടിച്ച അയാൾ ഒരു ഘട്ടത്തിൽ വഴിമാറ്റി മണൽ നിറഞ്ഞ വഴിയിലൂടെ കാറോടിക്കാൻ തുടങ്ങി. കുറച്ച് പിന്നിട്ടതും കാർ ബ്രേക്ക് ഡൗൺ ആയി. കാറിൽ നിന്നിറങ്ങിയ അയാൾ തന്റെ സ്യൂട്ട് കേസും എടുത്ത് ഓടാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട കുറെ ഡോക്യുമെന്റ്സും കുറച്ചധികം പണവുമുണ്ട്. അയാൾ അത് അയാളുടെ ക്ലയന്റിൽ നിന്ന് മോഷ്ടിച്ചെടുത്തതായിരുന്നു. ഇതേ സമയം നെവാഡ ബോർഡറിനോട് ചേർന്ന് മറ്റൊരിടത്ത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ചെറുപ്പക്കാരിയായ പോലീസ് ഓഫീസർ വലേറി യങ്ങിന് അവളുടെ ബോസിൽ നിന്ന് അന്നൊരു ഗിഫ്റ്റ് ലഭിച്ചു. അത് പുതിയൊരു ഗണ്ണായിരുന്നു. കോൾമാൻ എന്നാണ് അവളുടെ ബോസിന്റെ പേര്. വൈകാതെ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. നൊവാഡയോട് ചേർന്നുള്ള ഒരു കസിനോയുടെ സമീപം വലിയൊരു പ്രശ്നം നടക്കുന്നു എന്നായിരുന്നു അത്. ഉടനടി അവരിരുവരും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവരങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും പ്രശ്നം അതിരുവിട്ടിരുന്നു. കയ്യാങ്കളികളൊക്കെ ആരംഭിച്ചിരുന്നു. ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ വലേറി തന്റെ തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിയുതിർത്തു. പക്ഷെ പെട്ടെന്ന് അവൾ പിന്നിൽ നിന്നും ആക്രമിക്കപ്പെടുകയായിരുന്നു. ആക്രമിച്ചതാകട്ടെ നേരത്തെ സ്പീഡിൽ ഹൈവേയിൽ കാർ ഓടിച്ച് എങ്ങോട്ടേക്കോ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ടെഡ്ഡി എന്ന അതേ യുവാവും. ടെഡ്ഡി അടിച്ചതും വലേറി പരിക്കേറ്റ് താഴെ വീണു. അവിടുണ്ടായിരുന്ന വലേറിയുടെ പാർട്ട്ണർ ടെഡ്ഡിക്ക് നേരെ തോക്ക് ചൂണ്ടി. ടെഡ്ഡി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പിന്നാലെ എഴുന്നേറ്റ് വന്ന വലേറിയാകട്ടെ ഒരു ഇലക്ട്രിക് ഗൺ ഉപയോഗിച്ച് ടെഡ്ഡിയെ ആക്രമിച്ചു. ടെഡ്ഡി താഴെ വീണു. ടെഡ്ഡിയെ ബന്ദിയാക്കി അവർ കൊണ്ടുപോവുകയാണ്. ടെഡ്ഡിക്കും വേണ്ടിയിരുന്നത് അത് തന്നെയായിരുന്നു. വലേറി ടെഡ്ഡിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ അതുവഴി വന്ന ഒരു കാറിലുള്ള വ്യക്തി ടെഡ്ഡിയെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. വന്നു നിന്ന കാറിലുള്ളതാകട്ടെ ഒരു ഹിറ്റ്മാൻ ആണ്. ബോബ് വിഡിക് എന്നായിരുന്നു അയാളുടെ പേര്. ബോബിന് ടെഡ്ഡിയെ വകവരുത്താൻ വേണ്ടി കൊട്ടേഷൻ ഉണ്ട്. ടെഡ്ഡിയുടെ ക്ലയന്റ് കൊടുത്തതായിരുന്നു അത്. ആ ക്ലയന്റിന്റെ വാല്യുബിൾസും പണവും ഒക്കെയാണ് ടെഡ്ഡി മോഷ്ടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം ഒരു കാര്യം വ്യക്തമാകുന്നു. പോലീസിന് വലേറിയെ ആക്രമിച്ച് ടെഡ്ഡി പിടികൊടുത്തത് ബോബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന്. സ്റ്റേഷനിലെത്തിയതും ടെഡ്ഡി പരിശോധനയ്ക്ക് വിധേയനാക്കപ്പെട്ടു. ടെഡ്ഡിയിൽ നിന്ന് സ്യൂട്ട് കേസിലുണ്ടായിരുന്ന പണവും ഡോക്യുമെന്റ്സും ഒക്കെ പോലീസ് നോക്കിക്കാണുന്നുണ്ട്. സെർച്ചിനിടയിൽ ടെഡ്ഡിയുടെ വയറിൽ വെടിയുണ്ടേറ്റുണ്ടായ മുറിവ്, അതിൽ നിന്ന് കിനിയുന്ന രക്തം വലേറി നോക്കിക്കണ്ടു. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. പക്ഷേ ടെഡ്ഡി ഒന്നും വിട്ടുപറയാനോ തുറന്നു പറയാനോ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. വൈകാതെ ടെഡ്ഡി അവിടുത്തെ സെല്ലിലേക്ക് മാറ്റപ്പെടുകയാണ്. തനിച്ച് ഒരു സെല്ലിലായിരുന്നു ടെഡ്ഡി അടയ്ക്കപ്പെട്ടത്. മറ്റ് തടവ് പുള്ളികൾ ഉണ്ടെങ്കിലും ടെഡ്ഡിക്ക് തനിച്ചായ ഒരു തടവറ അനുവദിച്ചു. ഇതേ സമയം സ്റ്റേഷനിലുണ്ടായിരുന്ന വലേറിയുടെ സീനിയർ കോൾമാന് ഒരു മെസ്സേജ് എത്തി. വളരെ വേഗത്തിൽ വന്ന ഒരു കാറിടിച്ച് അവരുടെ കൊളീഗ്സായ രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു എന്നതായിരുന്നു അത്. കാർ ഓടിച്ചിരുന്നതാകട്ടെ ഒരുപാട് മദ്യപിച്ച വ്യക്തിയുമായിരുന്നത്രേ. പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അതിനോടകം കള്ളുകുടിച്ച് പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിൽ സെല്ലിൽ അടച്ചിരുന്ന മറ്റൊരാളുടെ ഒപ്പം അയാളെയും അടച്ചു. പിന്നാലെയാണ് ആ കാര്യം വ്യക്തമാകുന്നത്. കള്ളുകുടിച്ച് പോലീസുകാരെ ഇടിച്ചു എന്ന പേരിൽ സെല്ലിലേക്ക് എത്തിക്കപ്പെട്ടത് ബോബ് എന്ന അതേ സീരിയൽ കില്ലർ ആയിരുന്നു. ടെഡ്ഡിയെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തിരുന്ന ബോബ് ടെഡ്ഡിയെ വകവരുത്താൻ വേണ്ടിയായിരുന്നു സ്റ്റേഷനിലേക്ക് എത്തുവാൻ കള്ളുകുടിച്ച പോലെ അഭിനയിച്ച് അപകടം സൃഷ്ടിച്ചതും പോലീസുകാരെ കബളിപ്പിച്ച് നിലവിൽ സെല്ലിലെത്തിയതും. ബോബിനെ തന്റെ എതിരിലുള്ള സെല്ലിൽ കണ്ടതും ടെഡ്ഡിക്ക് കാര്യം മനസ്സിലായി. തന്നെ കൊല്ലാൻ വന്ന ഹിറ്റ്മാനായ ബോബാണതെന്ന്. ബോബിനെ തിരിച്ചറിഞ്ഞതും ടെഡ്ഡി ബോബിനോട് വിലപേശൽ നടത്താൻ തുടങ്ങി. ക്ലയന്റ് ഓഫർ ചെയ്യുന്നതിനേക്കാൾ പണവും വേണ്ട കാര്യങ്ങളും താൻ ചെയ്തു നൽകാം, തന്നെ ജീവനോടെ വിടണം. പക്ഷേ ഒരു പ്രൊഫഷണൽ ഹിറ്റ്മാനായ ബോബാകട്ടെ അതിന് തയ്യാറായിരുന്നില്ല. ഏറ്റെടുത്ത മിഷൻ പൂർത്തീകരിക്കും എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അല്പസമയം പിന്നിട്ടതും ബോബിന്റെ സെല്ലിലുണ്ടായിരുന്ന മദ്യപിച്ച് മതോന്മത്തനായി നേരത്തെ പ്രശ്നമുണ്ടാക്കി അടച്ചിരുന്ന വ്യക്തി മയക്കത്തിൽ നിന്നുണർന്നു. തന്റെ സെല്ലിൽ ബോബ് അങ്ങനെ ഇരിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബോബിനടുത്തു വന്ന് അയാൾ ചൊറിയാൻ തുടങ്ങി. തന്റെ മുമ്പിലുള്ള വ്യക്തി ഡേഞ്ചറസ് ആയ ഒരു ഹിറ്റ്മാനാണ് എന്നാ പ്രിസണർക്ക് അറിവുണ്ടായിരുന്നില്ല. കുറെയൊക്കെ കേട്ട് ബോബ് ചുമ്മാതിരുന്നു. കുറച്ചു സമയം പിന്നിട്ട് വാച്ചിൽ നോക്കി സമയം ഉറപ്പിച്ച ശേഷം ബോബ് പെട്ടെന്ന് തിരിഞ്ഞ് തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രിസണറെ ആക്രമിക്കുകയാണ്.
അയാൾ ചോര തുപ്പുന്നവരെ ബോബ് അയാളെ കൈകാര്യം ചെയ്തിരുന്നു. ബോബ് മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിച്ചത് തന്നെയായിരുന്നു. പോലീസിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി സെല്ലിൽ നിന്നും പുറത്തു ചാടലായിരുന്നു ബോബിന്റെ പ്ലാൻ. അലാം ശബ്ദം സെല്ലിൽ നിന്നും മുഴങ്ങുന്നു കേട്ട് എന്താണ് പ്രശ്നമെന്നറിയാൻ കോൾമാൻ അങ്ങോട്ടേക്ക് ചെന്നു. സെല്ലിൽ ചോര തുപ്പി അവശതയിൽ ബോധരഹിതനായി കിടക്കുന്ന ബോബിന്റെ സെൽമേറ്റിനെ കണ്ടതും അയാളെ പരിശോധിക്കാൻ കോൾമാൻ അങ്ങോട്ടേക്ക് കടന്നു. പക്ഷേ അത് ബോബ് അവസരമാക്കിയെടുക്കുകയായിരുന്നു. മുട്ടുകുത്തി പ്രശ്നറെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന കോൾമാനെ ബോബ് പിന്നിൽ നിന്ന് ആക്രമിച്ചു വീഴ്ത്തി. പിന്നാലെ കോൾമാന്റെ തോക്ക് ബോബ് കൈവശപ്പെടുത്തിയെടുത്തു. പിന്നെ വൈകിയില്ല. ആ തോക്കുപയോഗിച്ച് തന്റെ എതിരിലെ സെല്ലിലുണ്ടായിരുന്ന ടെഡിക്കെതിരെ അവനെ വകവരുത്താൻ തന്നെ ഉദ്ദേശിച്ച് ബോബ് വെടിയുതിർക്കുകയാണ്. ടെഡി വേഗത്തിൽ ഒഴിഞ്ഞു മാറുകയും ബെഡിനടിയിലേക്ക് കയറി സുരക്ഷിതനാവുകയും ചെയ്തു. പിന്നാലെ താക്കോലെടുത്ത് പുറത്തു കടന്ന് ടെഡിയെ വകവരുത്താൻ ബോബ് തയ്യാറെടുത്തെങ്കിലും ബോബിന്റെ ആ ശ്രമങ്ങളെ അങ്ങോട്ടേക്ക് കടന്നു വന്ന് വലേറി തടഞ്ഞു. ബോബിനെ പിന്നാലെ വലേറി ബന്ദിയാക്കി. പിന്നാലെ വലേറി ചെന്ന് കോൾമാനെ വിളിച്ചു. കോൾമാന് ചെറിയ പരിക്കേറ്റിരുന്നെങ്കിലും അയാൾക്ക് സാരമായ അപകടം പറ്റിയിരുന്നില്ല. ഉണർന്നു വന്ന കോൾമാൻ വലേറിയുടെ സഹായത്തോടെ പരിക്കേറ്റിരുന്ന പ്രിസണറെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുവാനായി മാറ്റി. പിന്നാലെ സെല്ലിനകത്തേക്ക് കടന്നു ചെന്ന വലേറി ബോബിനെയും ടെഡിയെയും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആദ്യം വലേറി ചോദിക്കുന്നതിനൊന്നും ടെഡി മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ടെഡിയെ ബോബിനൊപ്പം ഒരേ സെല്ലിലടയ്ക്കും എന്ന് വലേറി പറഞ്ഞതും കുറച്ച് കാര്യങ്ങൾ ടെഡി തുറന്നു പറഞ്ഞു. ടെഡിയുടെ വിശദീകരണത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ടെഡി യാഥാർത്ഥ്യത്തിൽ ഏറെ സമ്പന്നരായ കുറെ ക്ലയന്റുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടന്റ് ആണ്. അതിൽ മാഫിയ സംഘത്തിലുള്ളവരടക്കം വളരെ പ്രമുഖരായിട്ടുള്ളവരുമുണ്ട്. പക്ഷേ ഇതിനിടയിൽ ടെഡി തനിക്ക് വേണ്ടി കുറച്ച് പണം സമ്പാദിച്ചു. ക്ലയൻസിൽ നിന്ന് വളരെ വിലപ്പെട്ട കുറെ വസ്തുക്കളും പണവുമൊക്കെ അടിച്ചെടുത്തു. അതിനെ തുടർന്ന് ക്ലയന്റുകൾ ഏർപ്പാടാക്കിയ അസാസിനുകൾ, ഹിറ്റ്മാനുകൾ ടെഡിയെ വകവരുത്താൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലേറി അത് കേട്ടതും ഒരു ഞെട്ടലോടെ ബോബിനെ തിരികെ നോക്കി. ബോബ് ബന്ദിയാക്കപ്പെട്ട് സെല്ലിനകത്തിരിക്കുകയായിരുന്നു. പിന്നാലെ ടെഡി കാര്യങ്ങൾ ഒന്നുകൂടി തുറന്നു പറഞ്ഞു. നിലവിൽ ഇവിടുത്തെ പ്രസനിലേക്ക് കയറുന്നതിന് മുമ്പ് നെവാഡയിലെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അവിടുത്തെ ജയിലിലേക്ക് താൻ മാറ്റപ്പെട്ടതായിരുന്നു. പക്ഷേ അവിടെ കുറെ കറപ്റ്റഡായ അഴിമതിക്കാരായ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവർ തന്നെ വകവരുത്താൻ താൻ മോഷ്ടിച്ചെടുത്ത പണത്തിനു വേണ്ടി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. അവർ തന്നെ വകവരുത്താൻ പോയപ്പോഴേക്കും അങ്ങോട്ടേക്ക് FBI സംഘം വന്നു. അഴിമതിക്കാരായ പോലീസ് ഓഫീസേഴ്സും FBIയും തമ്മിൽ ഷൂട്ടൌട്ട് നടക്കുന്നതിനിടയിൽ പോലീസുകാരുടെ കാറെടുത്ത് താൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ടെഡിയുടെ വിശദീകരണം കേട്ടതും വലേറിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ടെഡി പറയുന്നത് അത്രയും സത്യമാണോ എന്ന് വലേറിക്ക് ചെക്ക് ചെയ്യണമായിരുന്നു. നെവാഡ ബോർഡറിലുള്ള തന്റെ സുഹൃത്തു കൂടിയായ ഡിറ്റക്റ്റീവ് ഡീനയെ വലേറി വിളിച്ചു ചോദിക്കുകയാണ്. പക്ഷേ വലേറിക്ക് ഒരു കാര്യം അറിവുണ്ടായിരുന്നില്ല. താൻ വിളിക്കുന്ന സുഹൃത്തായ പോലീസ് ഓഫീസറും ടെഡിയെ വകവരുത്താനുണ്ടായിരുന്ന സംഘത്തിലുണ്ടായ അഴിമതിക്കാരിയായ പോലീസുകാരിയാണെന്ന്. വലേറി നടന്ന ഷൂട്ടൌട്ടിനെയും മറ്റും പറ്റി ചോദിച്ചപ്പോ അതുകൊണ്ട് തന്നെ ഡീന കള്ളം പറയുകയുമായിരുന്നു ചെയ്തത്. പിന്നാലെ പോലീസ് ഓഫീസർ ിലേക്ക് തിരികെയെത്തിയ വലേറി തന്റെ സഹപ്രവർത്തകൻ കിംബാലിനടുത്ത് ബോബിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബോബ് ഒരു പ്രൊഫഷണൽ ഹിറ്റ്മാനാണ് എന്ന് ക്രൈം ഫയൽസിൽ നിന്നും കിംബാൽ മനസ്സിലാക്കിയിരുന്നു. കിംബാൽ അത് നോക്കിക്കൊണ്ടിരിക്കെ മറ്റൊരു ഹിറ്റ്മാന്റെ വിവരവും തെളിഞ്ഞു വന്നു. ആന്റണി എന്നായിരുന്നു ആ അസാസിന്റെ പേര്. ആന്റണി ഒരു സാഡിസ്റ്റായ സീരിയൽ കില്ലറാണ്. തനിക്കെതിരെ വരുന്നവരെ ഒരു ദയവുമില്ലാതെ അയാൾ വകവരുത്തുമായിരുന്നു. ഈ സമയം സ്റ്റേഷനകത്തേക്ക് ഒരു ബലൂൺ ഡെലിവറി മാൻ കയറി വരികയായിരുന്നു. കിംബാലിന് മുമ്പിൽ വന്ന് അയാൾ നിന്നു. പക്ഷേ തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് താൻ നേരത്തെ കണ്ട സീരിയൽ കില്ലർ ആന്റണിയാണെന്ന് മനസ്സിലാക്കാൻ കിംബാലിന് കുറച്ച് സമയമെടുത്തിരുന്നു. അതായിരുന്നു കിംബാലിന് പറ്റിയ വീഴ്ചയും. ആന്റണി ഞൊടിയിടയിൽ കിംബാലിനെ വെടിവെച്ചു കൊന്നു. പിന്നാലെ അവിടെ തുടർന്ന് ആന്റണി അങ്ങോട്ടേക്ക് കടന്നുവന്ന ഓരോ പോലീസുകാരെയും വകവരുത്താൻ ആരംഭിച്ചു. പോലീസുകാർക്ക് ആന്റണിയെ എതിരിടാൻ പെട്ടെന്ന് സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ വളരെ പ്രിപ്പയർഡായി തന്നെ കയറി ചെന്നു. ആന്റണിക്ക് നേരെ തോക്ക് ചൂണ്ടി ആന്റണിയുടെ തോക്ക് താഴെയിടാൻ പറഞ്ഞു. പക്ഷേ വലേറിയോടും സംസാരിക്കാൻ പോലും നിൽക്കാതെ വലേറിക്കെതിരെയും ആന്റണി വെടിയുതിർക്കുകയാണ്. അതോടെ വലേറി പിന്തിരിഞ്ഞോടി. വലേറിയുടെ ശരീരത്തിൽ ഒരു വെടിയുണ്ട പതിച്ചിരുന്നു. മുമ്പിലേക്ക് പോയ വലേറി പ്രസനിലേക്ക് കടക്കുന്ന ഭാഗത്തെ പ്രധാന ഗേറ്റ് ക്ലോസ് ചെയ്ത് അതിന്റെ പാസ്വേഡ് മാറ്റി. ബുള്ളറ്റ് പ്രൂഫുമാണ്. അകത്തേക്ക് കടക്കാനോ ഷൂട്ട് ചെയ്ത് പരിക്കേൽപ്പിക്കാനോ ആന്റണിക്ക് പറ്റുമായിരുന്നില്ല. അവിടെ സെല്ലിനകത്തായിരുന്നു ടെഡിയും ബോബും ഉണ്ടായിരുന്നത്. വലേറി തന്റെ മുമ്പിലുള്ള അവരിരുവരെയും നോക്കിക്കാണുന്നുണ്ട്. ആന്റണി തുടർച്ചയായി ബുള്ളറ്റ് പ്രൂഫ് ഡോറിലേക്ക് വെടിയുതിർത്തു.
ഇതേ സമയം ട്രീറ്റ്മെന്റ് റൂമിലായിരുന്ന ഓഫീസർ ഹബ്ബർ ആ വെടിയൊച്ച കേൾക്കുന്നുണ്ട്. കോൾമാനും അവിടെ ഉണ്ടായിരുന്നു. കോൾമാൻ ശബ്ദം കേട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി എഴുന്നേൽക്കും എന്ന ഘട്ടമായതും ഹബ്ബർ എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന പ്രിസണറെയും കോൾമാനെയും വെടിവെച്ചു കൊന്നു. പിന്നാലെയാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഹബ്ബർ ആന്റണിയുടെ ആളായിരുന്നു. സ്റ്റേഷനിൽ മയക്കുമരുന്ന് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതെടുക്കലായിരുന്നു ഹബ്ബറിന്റെ ലക്ഷ്യം. ടെഡ്ഡിയെ വകവരുത്താനും അവർക്ക് പദ്ധതിയുണ്ടായിരുന്നു. ടെഡ്ഡിയെ കൊല്ലാൻ നിർദ്ദേശം കൊടുത്ത അതേ മാഫിയ ബോസിൽ നിന്നായിരുന്നു ഹബ്ബറിനും ആന്റണിക്കും നിർദ്ദേശങ്ങൾ വന്നിരുന്നത്. തങ്ങളെ പറ്റിച്ചതിന് ടെഡ്ഡി ഇല്ലാതാവണം എന്ന് ആ മാഫിയ ബോസ് ആഗ്രഹിച്ചിരുന്നു. നിലവിൽ 2 ക്ലയന്റുകളുടെ നിർദ്ദേശപ്രകാരം എത്തിയ 2 അസാസിൻസ് ആണ് ടെഡ്ഡിയെ കൊല്ലാനുള്ളത്. ബോബും ആന്റണിയും. ഹബ്ബർ ആന്റണിയുടെ അടുത്തേക്ക് എത്തി. പിന്നാലെ സെൽഡോറിന്റെ ഭാഗത്തേക്കും വലേറിയയുടെ ഇപ്പുറത്തെത്തിയ അയാൾ വലേറിക്കടുത്ത് പുതിയ പാസ്വേഡ് പറയാനും ആന്റണി പോയെന്നും നിലവിലിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നും വലേറിയോട് പറഞ്ഞു. പക്ഷേ വലേറിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹബ്ബർ ചോദിച്ചിട്ടും പാസ്വേഡ് വലേറി പറഞ്ഞുകൊടുത്തില്ല. ഒരു ഘട്ടം പിന്നിട്ടതും ദേഷ്യത്തിൽ വലേറിക്കെതിരെ അലറി വിളിച്ച് ഹബ്ബർ അവിടെ നിന്ന് പിന്മാറിപ്പോയി. പിന്നെ വൈകിയില്ല. ഹബ്ബറും ആന്റണിയും അടുത്ത പരിപാടി നോക്കി. ടെഡ്ഡി കിടക്കുന്ന ഭാഗത്തെ ജയിലിന്റെ വാൾ തകർത്ത് അകത്തേക്ക് കടക്കാനായിരുന്നു അവരുടെ പദ്ധതി. പോലീസ് സ്റ്റേഷൻ പ്ലാനൊക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയവർ ഒരു ഭിത്തി തകർക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അവരുടെ ശ്രമം തുടരുമ്പോൾ സെല്ലിനകത്ത് ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം സെല്ലിനകത്താകട്ടെ ടെഡ്ഡി വലേറിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കുകയായിരുന്നു. താക്കോല് തന്ന് തന്നെ പുറത്തിറക്കിയാൽ വലേറിക്ക് വേണ്ട മരുന്നടക്കം താൻ എടുത്തുകൊണ്ടുവന്നു തരാം, എല്ലാവരെയും സുരക്ഷിതമാക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു വധ. ബോബും വലേറിയോട് താൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചെങ്കിലും വലേറി വിശ്വസിച്ചത് ടെഡ്ഡിയായിരുന്നു. ടെഡ്ഡിക്ക് താക്കോൽ വലേറി ഇട്ടുകൊടുത്തു. പിന്നാലെ ടെഡ്ഡി തന്റെ അരികിലെത്തിയപ്പോൾ തന്റെ തോക്കും എടുത്തു കൊടുത്തു. ആന്റണി ആക്രമിക്കുന്നതിന് മുമ്പ് സ്വയരക്ഷയ്ക്കാണെങ്കിലും ടെഡ്ഡിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ തോക്ക് കൊടുത്തത്. ടെഡ്ഡി പുറത്തേക്കിറങ്ങാൻ നേരം ബോബ് ഒരു കാര്യം പറഞ്ഞു. ടെഡ്ഡിയുടെ ഭാര്യയെയും മകനെയും കൊന്നത് അതേ ആന്റണിയാണെന്ന്. അത് കേട്ടതും ദേഷ്യം കൊണ്ട് വിറച്ചായിരുന്നു ടെഡ്ഡി പുറത്തേക്കിറങ്ങിയത്. ഇതേസമയം ഓഫീസർ ഹബ്ബർ വാള് തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ആന്റണി അതൊക്കെ നോക്കിയിരിക്കുന്നുമുണ്ട്. ഈ സമയം പുറത്ത് പട്രോളിലായിരുന്ന 2 പോലീസുകാർ തിരികെ എത്തി. ശബ്ദം കേട്ട് അവർ അകത്തേക്ക് കടന്നു ചെന്നു. അവർ എത്തിയതും ആന്റണി ഒട്ടും ചിന്തിച്ചില്ല. അവരെ കൂടി വെടിവെച്ച് വകവരുത്തി കളഞ്ഞു. പക്ഷേ ആന്റണി ആ പോലീസുകാരെ കൊന്നതിനു പിന്നാലെ എതിർവശത്തു നിന്നും ടെഡ്ഡി കടന്നു വന്നിരുന്നു. ടെഡ്ഡി അവർക്കെതിരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു. ഒരു ഷൂട്ടൌട്ട് തന്നെ അരങ്ങേറി. ഭയന്ന് ഒളിച്ചിരിക്കാൻ പോയ ആന്റണിയെയും ഹബ്ബറിനെയും ടെഡ്ഡി തിരയാൻ തുടങ്ങി. അടുത്ത റൂമിൽ നിന്ന് വെടിയൊച്ച കേട്ടതും വലേറി ഒരു കാര്യം മനസ്സിലാക്കി. ടെഡ്ഡി തന്നോട് കള്ളം പറഞ്ഞതാണ്. മരുന്നൊന്നും എടുത്ത് അവൻ തിരികെ വരുന്നില്ല. അതോടെ തനിക്ക് സഹായത്തിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ബോബിനെ കൂടി മോചിപ്പിക്കേണ്ട നിർബന്ധിതാവസ്ഥ വലേറിക്ക് വന്നെത്തി. ബോബ് അങ്ങനെ മോചിപ്പിക്കപ്പെട്ടു. വൈകാതെ സെല്ലിൽ നിന്ന് ബോബും പുറത്തു വന്നു. സമയം സന്ധ്യയായി കഴിഞ്ഞിരുന്നു. ബോബ് സെല്ലിൽ നിന്ന് പുറത്തു വന്നപ്പോ ഓഫീസർ ഹബ്ബർ ആകട്ടെ ടെഡ്ഡിയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചൊളിച്ച് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഹബ്ബർ ബോബിന്റെ മുമ്പിൽ പെടുകയാണ്. ഹബ്ബറിന്റെ തോക്ക് പിടിച്ചെടുത്ത ബോബ് ഹബ്ബറിന്റെ കാലിലേക്ക് തുടർച്ചയായി വെടിവെച്ച് അയാളെ താഴെ വീഴ്ത്തി. പിന്നാലെ ഹബ്ബറിനെ ഉപയോഗിച്ച് ആന്റണിയെ താനുള്ള ഇടത്തേക്കെത്തിക്കാൻ ബോബ് ശ്രമം ആരംഭിച്ചു. പിന്നാലെ ആന്റണി അങ്ങോട്ടേക്ക് വന്നെത്തുകയാണ്. ആന്റണി വന്നതും ബോബ് പിന്നിൽ നിന്ന് കടന്നാക്രമിച്ചു. 2 അസാസിൻസും തമ്മിൽ അവിടെ വെച്ച് ശക്തമായൊരു ഫൈറ്റ് അരങ്ങേറുകയാണ്. പിന്നാലെ ആന്റണിയെ വകവരുത്താൻ ബോബ് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വെടിയുതിർത്തുകൊണ്ട് ടെഡ്ഡി കടന്നു വരികയാണ്. അതോടെ ആന്റണിയെ അവിടെ വിട്ട് നിന്റെ ഭാര്യയെയും മകനെയും കൊന്നവനല്ലേ, നീ കൈകാര്യം ചെയ്തേക്ക് എന്ന് പറഞ്ഞ് ബോബ് ഓടിമാറുകയാണ്. ആന്റണിയുടെ അടുത്തേക്ക് ടെഡ്ഡി നടന്നെത്തി. പിന്നെ വൈകിയില്ല. ആന്റണിയെ ബോബ് വകവരുത്തി കളഞ്ഞു. വൈകാതെ ടെഡ്ഡി അവിടെയുള്ള പെട്രോൾ ക്യാൻ എടുത്ത് അത് മുഴുവൻ അവിടെ ഒഴിച്ച് അവിടം തീയിടുകയാണ്. അവിടെ നിന്ന് പോലീസ് കിച്ചണിലേക്ക് കടന്നു വന്ന ടെഡ്ഡി വിശക്കുന്നതുകൊണ്ട് എന്തോ എടുത്ത് കഴിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ശബ്ദം കേട്ട് ടെഡ്ഡി തിരിഞ്ഞു നോക്കുകയാണ്. പിന്നിൽ വലേറി ഇരിക്കുന്നുണ്ടായിരുന്നു. വലേറി ടെഡ്ഡിയോട് സംസാരിച്ചു. ടെഡ്ഡിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ പറ്റില്ലെന്നും താൻ FBI വിവരമറിയിച്ചിട്ടുണ്ട്, അവർ ഉടനടി അങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നും വലേറി ടെഡ്ഡിയോട് പറഞ്ഞു. അത് കേട്ടതും ടെഡ്ഡി വല്ലാതെ ഇമോഷണലായി. ദേഷ്യത്തിൽ ടെഡ്ഡി ഒരു കന്നാസിലുള്ള ഗ്യാസലിൻ വലേറിയുടെ മുമ്പിലേക്കിടുകയാണ്. വലേറിയാണ് ബോബിനെ അപ്പോൾ മോചിപ്പിച്ചത് എന്നും ടെഡ്ഡി തിരിച്ചറിഞ്ഞിരുന്നു. അവിടെ ഷൂട്ടൌട്ടും ചെറിയൊരു സ്ഫോടനവും അടക്കം നടന്നു.
പക്ഷേ ഒരു ഘട്ടത്തിൽ നന്നായി തോക്കുപയോഗിക്കുന്ന വലേറി ടെഡ്ഡിയുടെ നെഞ്ചിലേക്ക് തന്നെ ബുള്ളറ്റ് പായിക്കുകയാണ്. മുകളിൽ നിന്നും താഴേക്ക് ടെഡ്ഡി വീണു. പിന്നാലെ വലേറി ഇറങ്ങി വന്ന് ടെഡ്ഡിയുടെ മുമ്പിലെത്തി നിൽക്കെ വലേറിക്ക് പെട്ടെന്ന് വെടിയേൽക്കുകയാണ്. വലേറിയെ വെടിവെച്ചത് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്ന ഡീനയായിരുന്നു. നേരത്തെ ടെഡ്ഡിയെ ആക്രമിച്ച കറപ്റ്റഡ് പോലീസ് സംഘത്തിലെ വ്യക്തി ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിരുന്നതുകൊണ്ട് വലേറിക്ക് വെടിയേറ്റില്ല. വലേറിക്ക് മുമ്പിലേക്ക് പക്ഷേ ഡീന കടന്നു ചെന്നു. തോക്ക് ചൂണ്ടി വലേറിയെ വകവരുത്താൻ തയ്യാറെടുത്തു നിന്നു. ഭാഗ്യവശാൽ പിന്നിൽ ബോബ് എത്തുകയും ഡീനയെ വെടിവെച്ച് വീഴ്ത്തുകയുമാണ്. പിന്നാലെ ബോബ് ടെഡ്ഡിയുടെ അടുത്തേക്ക് ചെന്നു. അനങ്ങാൻ പറ്റാതെ ടെഡ്ഡി താഴെ വീണ് കിടക്കുകയായിരുന്നു. നെഞ്ചിന്റെ ഭാഗത്ത് ബുള്ളറ്റ് പതിച്ചെങ്കിലും ടെഡ്ഡിയുടെ ജീവൻ എടുത്തിരുന്നില്ല. ബോബ് ടെഡ്ഡിയുടെ മുമ്പിൽ ചെന്നു നിന്നു. തന്റെ തോക്കെടുത്ത് ടെഡ്ഡിയെ വെടിവെച്ചു കൊന്നു. തന്റെ മിഷൻ പൂർത്തീകരിച്ചു. പിന്നാലെ പുറത്തേക്ക് ഇറങ്ങിയ അവൻ ടെഡ്ഡിയിൽ നിന്ന് പിടിച്ച് പോലീസുകാർ കസ്റ്റഡിയിൽ വെച്ചിരുന്ന പണവും ഡോക്യുമെന്റ്സും ഒക്കെ എടുത്ത് സ്റ്റേഷനിൽ നിന്ന് പുറത്തു ചാടി പോവുകയാണ്. ബോബ് പോയതിന് പിന്നാലെ FBI-യും ഫയർഫോഴ്സും അടക്കം സ്റ്റേഷനിലേക്ക് വന്നു ചേരുന്നുണ്ടായിരുന്നു. ബോബ് നെവാഡ ബോർഡറും താണ്ടി മുമ്പോട്ട് കാർ ഓടിച്ചു പോയിക്കൊണ്ടേയിരുന്നു. യാത്രക്കിടയിൽ ബോബ് ഒരാൾക്ക് ഫോൺ ചെയ്തു. അത് തന്റെ ക്ലയന്റിനായിരുന്നു. ഡോക്യുമെന്റ്സ് ഒക്കെ തിരികെ നേടിയതായും മിഷൻ കംപ്ലീറ്റ് ചെയ്തതായും ബോബ് അദ്ദേഹത്തെ അറിയിച്ചു. മറുവശത്ത് സുഖപ്പെട്ട വലേറിയാകട്ടെ ബോബിനെ പിടിക്കുവാൻ പുറപ്പെടുകയായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.